അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്. അവിടെ യുഡിഎഫിനെ പിന്തുണച്ചില്ലെങ്കിൽ ആര്യൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ അവിടെ സിപിഎമ്മിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങില്ലേ അവിടെ? അല്ല, അതൊക്കെ നമുക്ക് അപ്പാലേക്കാണ്. താങ്കൾ ഇനി നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ, ടിഎംസിയുടെ ഭാഗമാണ്. എനിക്ക് ഇനിയുള്ള പറയാം, ഒരു ഇലക്ഷനിലേക്ക് ഇനി പോകണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ അതിന്റെ പണിക്കിറങ്ങണം. എനിക്ക് എന്റെ സ്ഥാനം ഉറപ്പിക്കാനാണെങ്കിൽ ഇപ്പൊ എന്റെ സ്ഥാനം കൈവിടേണ്ട കാര്യമില്ലല്ലോ. എന്റെ ഉദ്ദേശം ഈ 140 മണ്ഡലങ്ങളിലെ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും ഈ 10-60 നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കർഷക സംഘങ്ങളുണ്ട് അവിടെ. SC ST വിഭാഗം, ST വിഭാഗം, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഓട്ടത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിലമ്പൂർ പോയി നിൽക്കണേ 3 മാസം അതിന് ഇനി മെനക്കെടണം. സമയമല്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമേ ഉള്ളത്. ഓരോ ദിവസവും വാല്യബിൾ ആണ്. അപ്പോ 2019 123 UDFനെ ഉയർത്തിക്കൊണ്ട് വരികയും 17 ഇവിടുത്തെ LDFനെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങളെടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPMന്റെ കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ്, 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന് താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതിൽ 300 വോട്ട് വരെയുണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പോൾ അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDFന് പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPMന്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്, ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്. ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പൊ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകൾ, നമ്മ കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിന്റെ ക്ലബ്ബുകൾ, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികൾ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല. എങ്ങനെ നാലാമത്തെ പാർട്ടി മീൻസ് ആരാ നിങ്ങളോട് പറഞ്ഞ്? DMK ശരി അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. DMK വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. DMK കഴിഞ്ഞതിന് ശേഷം തൃണമൂലായിട്ടാണ്. DMK തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റാണ്. 25 ലക്ഷത്തോളം മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ? അത് നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് കേരളത്തിലെ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരമാകും, പൊളിറ്റിക്കലി ഞങ്ങൾക്കും ഗുണകരമാകും. ആ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. അതിന് ബോംബിട്ടത് പിണറായിയാണ്. എനിക്ക് പല ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പൊ പറയാൻ വയ്യ. മമതന്റെ കൂടെ ആവുമ്പോൾ പുള്ളിക്കാരി എന്നെ പറയുന്നത് എനിക്ക് നോമിനേഷൻ എന്താ പറയാ, ഇത് തരുന്ന മെമ്പർഷിപ്പ് തരുന്ന ദിവസം അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിന്റെ എന്താണ് എന്നുള്ളത് അവർ വിവരിക്കും. താങ്കളുടെ രാഷ്ട്രീയ ഉദ്ദേശം പിണറായി സത്തെ പൊളിക്കുകയാണല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ CPMന് ഈ പിണറായിക്ക് വരെയുള്ള മൂവ്മെന്റിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വെളിപ്പെടുത്തി താങ്കൾക്ക് എന്താ തടസ്സം? അല്ല, അതിപ്പോ തടസ്സമുണ്ട്. ഞാനും ചോദിക്കട്ടെ, ഇതെല്ലാം കൂടെ അപ്പം പറഞ്ഞിട്ട് വാർത്ത വേണ്ടത് അല്ലല്ല. ഇപ്പോൾ അത് വെളിപ്പെടുത്തുകയില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അല്ല, പിന്നീട് എന്റെ മാനസികാവസ്ഥ മാറ്റുന്ന പണി അവരെടുത്താൽ ഇനി വേറെ പലതിനും വരാണ്ട്. അവർക്ക് ഇനി സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ കാര്യം തന്നെ എന്താവുന്നില്ല എനിക്കറിയാം. ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പൊ ആ യാത്രയുടെ ഭാഗമാവുമോ താങ്കൾ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അല്ല, മലയോര വിഷയത്തിലാണ്. മലയോര വിഷയത്തിൽ ഞാൻ അന്നേ പറഞ്ഞില്ല, ആര് യാത്ര നടത്തിയാലും ആര് സമരം നടത്തിയാലും ഞാൻ എന്റെ കൂടെ ഉണ്ടാവും.
ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഈ ജയരാജന്റെ പേരിലൂടെ പറയാൻ കാര്യം എന്താണ്? നിങ്ങളുടെ നാവിൽ വന്ന് അത് അവിടുന്ന് പി ജയരാജ് അല്ല അതൊക്കെ ഇവിടെ റെക്കോർഡുണ്ട്, നമ്മളെ റെക്കോർഡിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ ജയരാജ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലെ നിങ്ങൾ ചോദിച്ചില്ലേ? അല്ല എന്റെ പോക്കറ്റിൽ എന്റെ സാധനം ഇവിടെ ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞപ്പോഴാണ് അങ്ങ് എല്ലാം തിരുത്തിയത്. അപ്പൊ ഈ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ മുഖ്യമന്ത്രി അങ്ങനെ തള്ളി പറഞ്ഞപ്പോ അവരായിട്ട് പിന്നീട് കോൺടാക്ട് ചെയ്തോ, അവർ പിന്നീട് ഒന്നും സഹകരിച്ചില്ലേ? അവിടെയാണോ പ്രശ്നമായത്? പിന്നെ 2 ദിവസം ഒരു ഫോണേ എടുത്തില്ലാന്ന്, പിന്നെ വിളിച്ചിട്ടില്ല, നിർത്തി. 3-ാം ദിവസം തൊട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ 48 മണിക്കൂറാണ് ട്രൈ ചെയ്ത്, പിന്നെ ഫിനിഷ്. പിന്നെ നമ്മൾ വിളിക്കുന്നത് നമുക്കിത് മനസ്സിലാവില്ല. ഒരു പോൾ ബ്യൂറോ അംഗമുണ്ട്, ഏറനാട് പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു PB അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ നാട്ടിലേ ഉള്ള ആളല്ല. പാർലമെന്ററി കരിയർ അവസാനിച്ചു ആരെ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയാ? അല്ല, നിലമ്പൂര് വേണ്ട എന്ന് വെക്കുമ്പോൾ അല്ല, ഇപ്പത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പത്തെ ഇഷ്യൂ സഖാവ് പിണറായിസത്തെ താഴെ ഇറക്കുക എന്നാണ്. ദാറ്റ് ഇസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല, എനിക്കൊരു സീറ്റിൽ അല്ല, ഒരു മിനിറ്റ്. സീറ്റിൽ വിജയിക്കുമെന്നുണ്ടെങ്കിൽ അതും കൂടി മുതൽക്കൂട്ടല്ലേ ചെയ്യേണ്ടത്? എനിക്ക് വിജയിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ രാജിവെക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നാ പോരെ? പക്ഷെ അത് പിണറായി സത്തിനെതിരെ അല്ലല്ലോ. ഏത്? അല്ല, അത് പിണറായി സത്തിനെതിരെ ആവില്ലല്ലോ. അതൊക്കെ നമുക്ക് പറയാം. അല്ല, താങ്കൾ ഈ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞ മീൻ ലോറി അടക്കമുള്ളവ പ്രതിപക്ഷ നേതാവിന്റെ ഞാൻ മീൻ ലോറി ഞാൻ എന്റെ നിലമ്പൂരിൽ പറഞ്ഞ ലോറിയല്ല, ഇവര് എഴുതി തന്ന ലോറിയാ. ആ എഴുതി തന്ന കാര്യം ഞാൻ പറഞ്ഞത്. ആ ലോറി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടാ പോകേണ്ടത്. അത് പോകേണ്ടിരുന്ന വിജിലൻസ് ആണ്. ആരെങ്കിലും അല്ല എഴുതി തന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി തന്നത്. ആ പാർട്ടിയുമായി ആലോചിക്കാതെ എങ്ങനെ സ്പീക്കർ എനിക്കത് പെർമിഷൻ തരുന്നത്? എങ്ങനെ സ്പീക്കർ? ഞാൻ ഒരു വാറോല എഴുതി കൊടുത്താൽ സ്പീക്കർ പെർമിഷൻ തരുമോ? സ്പീക്കർ പെർമിഷൻ തരുന്ന പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? അല്ല, പി ശശിയോട് തെളിവൊക്കെ അത് വിജിലൻസിൽ വരുന്നതോട് കൂടിയിട്ട് MLA അത് ആ കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്കപ്പോ അദ്ദേഹം പറയുമ്പോൾ ഒരു 75% എനിക്ക് ബോധ്യമുണ്ട്. 75% ബോധിച്ചുകൊണ്ട് തന്നെയാ. 25% ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകും, വേറെ വല്ലതും ഉണ്ടാകും. അതിലപ്പുറം ഇതിനൊരു സാധ്യത അപ്പോഴും ഞാനും എന്റെ മനസ്സിൽ കണ്ടു. ഏതാ? അതിപ്പോ 200%. പലിശയും കൂടി ചേർത്തിട്ടാ.